സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനായിട്ട് അനുവാദം ചോദിച്ച് വകുപ്പ് മന്ത്രിയുടെ അടുക്കൽ ഫയൽ അയക്കേണ്ട കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ 5 വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്. അതിൻ്റെ നിയമാവലി അങ്ങനെയാണ്. ഗവൺമെൻറ് അതിനകത്ത് കൈകടത്താനോ ഗവൺമെൻറ് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൻ്റേത് മാത്രമാണ്. അതിനപ്പുറമുള്ള യാതൊരു കാര്യവും അതിനില്ല. മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. ഒരു കാര്യവും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്നില്ല. ഇളക്കുന്നത് അവരുടെ കാര്യം, സ്വർണം പൂശുന്ന അവരുടെ കാര്യം, പൂശുന്നോ ഇല്ലെന്ന് അന്വേഷിക്കേണ്ട കാര്യം ദേവസ്വം മന്ത്രിക്ക് ഇല്ല. പൂശാൻ പറയാൻ ദേവസ്വം മന്ത്രിക്ക് അധികാരമില്ല, ഇളക്കാൻ പറയാൻ അവകാശമില്ല. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ ഇതുവരെ ഏതാണ്ട് 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ മുഴുവൻ CPMൻ്റെ സമുന്നതരായ നേതാക്കളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPMൻ്റെ തൊഴിൽ സംഘടനയിൽപ്പെട്ട ആളുകളും തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. വേറെ ആരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളിലുള്ള ആളുകളെ SIT അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. CPMൻ്റെ MLAയും MLA ആകുന്നതിന് മുമ്പ് CPMൻ്റെ DYFIയുടെ ഏരിയ സെക്രട്ടറിയുമെല്ലാമായിരുന്ന പത്മകുമാറിൻ്റെ അറസ്റ്റാണ് CPMനെ ഇക്കാര്യത്തിൽ കൂടുതൽ വിരൽ പിടിപ്പിച്ചത്. ഇപ്പോൾ പത്മകുമാറിനെ SIT ഇന്നലെയും ഇന്നുമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യലിൽ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നു. പത്മകുമാർ അടിവരയിട്ട് പറയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ശബരിമലയിൽ SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകളിൽ, ഒന്ന് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയി എന്ന കേസിലെ ഒരു കേസ്, 2 ശബരിമലയിലെ സ്വർണ്ണ കട്ടള പടിവാതിലും സ്വർണ്ണ കട്ടളയുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി എന്നുള്ള മറ്റൊരു കേസ്. അതായത് ശബരി ഗിരീശൻ്റെ ശ്രീകോവിലിൻ്റെ സ്വർണ്ണക്കട്ടളയും ഉമ്മറ വാതിലും ഇളക്കിക്കൊണ്ടുപോയെന്ന മറ്റൊരു കേസ്. ഈ 2 കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ആദ്യം 1 മാസം മുമ്പ് SIT അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് തന്ത്രിയാണ്, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരാണ് എന്ന് പത്മകുമാർ അടിവരയിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഒരു നിലപാടിൽ നിന്ന് പത്മകുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇപ്പോൾ ശബരിമലയിൽ അരങ്ങേറിയിരിക്കുന്ന ഈ അവതാരം 2019 ദേവസ്വം പ്രസിഡന്റായി പത്മകുമാർ സ്ഥാനമേൽക്കുന്ന നാൾ മുതലല്ല അവിടെയുള്ളത്. 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സജീവ സാന്നിധ്യമായിരുന്നു എന്നാണ് പത്മകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല തന്ത്രിയാണ് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് എന്നുകൂടി പറയുന്നു. താൻ ദേവസ്വം പ്രസിഡന്റ് ആയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്തിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം വകവെച്ച് കൊടുത്തത് തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് എന്നുള്ളൊരു കാര്യം. മാത്രമല്ല ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം കൂടിയാണ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ സഹകരിച്ചു പോകുവാൻ പ്രാപ്തനാക്കിയത്, അല്ല എന്നുണ്ടെങ്കിൽ നിയുക്തനാക്കിയത് എന്നാണ് പത്മകുമാർ പറയുന്നത്. പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം SIT മറ്റ് അറസ്റ്റുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്തുകൊണ്ടാണ് പത്മകുമാറിൻ്റെ അറസ്റ്റിന് ശേഷം SIT മറ്റൊരു അറസ്റ്റിലേക്ക് കടക്കാതിരുന്നത് എന്നുള്ളതും ചിന്തനീയം തന്നെയാണ്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയും CPMൻ്റെ സമുന്നതരായ നേതാക്കൾ അറസ്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായും അത് CPMന് വലിയ ക്ഷീണം ചെയ്യും. അതുകൊണ്ട് തന്നെ SITയുടെ ഈ അന്വേഷണം ഇപ്പോൾ മറ്റ് അറസ്റ്റുകളിലേക്ക് കടക്കാതിരിക്കുവാൻ വേണ്ടി ഉള്ള
മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ തരുണത്തിലാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിനിടയിൽ കയറി ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറയുന്നില്ല. ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കേരളത്തിലെ ഒരു ദേവസ്വം വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെയും കാര്യങ്ങൾ ദേവസ്വം മന്ത്രി അറിയാറില്ല. അവിടങ്ങളിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികളോ വഴിപാട് കാര്യങ്ങളുമായി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളുടെ ഫയലുകളോ ഒരു കാരണവശാലും ദേവസ്വം മന്ത്രിയോ സർക്കാരും കാണാറില്ല എന്നാണ് വളരെ ബാലിശമായ രീതിയിൽ കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകിയത്. ദേവസ്വം ബോർഡ് എന്നാൽ സ്വതന്ത്ര ഭരണാധികാരമുള്ള ഒരു ബോർഡാണ്. അതുകൊണ്ട് സർക്കാരിനെ ഈ കാര്യത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ ബോധിപ്പിക്കേണ്ടതായ ആവശ്യങ്ങളില്ല. സർക്കാരും അവരുടെ കാര്യത്തിൽ ഇടപെടാറില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ദേവസ്വം വകുപ്പ്, ദേവസ്വത്തിന് ഒരു മന്ത്രി എന്നുള്ള ചോദ്യത്തിന് മന്ത്രിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് കടകംപള്ളി സുരേന്ദ്രൻ തൻ്റെ വാക്കുകളിൽ തന്നെ പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് താൻ ദേവസ്വത്തിൻ്റെ ഒരു കാര്യങ്ങളിൽ ഇടപെടാറില്ല, താൻ ഒന്നും അറിഞ്ഞിട്ടില്ല, സർക്കാർ ഒന്നും അറിഞ്ഞിട്ടില്ല, ശബരിമലയിൽ എന്തു നടന്നു എന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയില്ല, ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണ തീവണ്ടിക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല, ഇനി ശബരിമലയിൽ ഇരിക്കുന്നതെല്ലാം കൃത്രിമമാണോ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യത്തിൽ ഉള്ളത് തന്നെയാണോ എന്നൊന്നും കടകംപള്ളി സുരേന്ദ്രൻ അറിയില്ല. അദ്ദേഹം സംശുദ്ധനായ ഒരു മനുഷ്യനാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടാറില്ല. ദേവസ്വം വകുപ്പ് മന്ത്രി എന്നാൽ ദേവസ്വം വകുപ്പുകളിൽ ഇടപെടുന്നയാളല്ല. വേണമെന്നുണ്ടെങ്കിൽ ദേവസ്വം വകുപ്പിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് ആന എഴുന്നള്ളിക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവിടെ ചെന്ന് ഉത്സവം നന്നായി നടക്കുന്നുണ്ടോ, കഥനക്കുറ്റിക്ക് തീ കൊടുക്കുന്നത് ആരാണ്, കഥന നന്നായി പൊട്ടുന്നുണ്ടോ, വെടിക്കെട്ട് നന്നായി ഏർപ്പെടുത്തിയിട്ടുണ്ടോ, സദ്യയുണ്ടോ, പപ്പടം പഴം പായസമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കാം ഒരുപക്ഷെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് താല്പര്യം എന്നുള്ളതാണ് നേരത്തെ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. അതായത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്ന ചുമതല മാത്രമാണ് ദേവസ്വം ബോർഡിനുള്ളത്, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്കുള്ളത് എന്നാണ് പറയുന്നത്. അതെന്ത് തന്നെയായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം കുറ്റമറ്റതാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നവരെല്ലാവരും CPM-കാരാണ് എന്നുള്ള ഒരു രീതി പരിഗണിക്കുമ്പോൾ SIT കൃത്യമായ അന്വേഷണം നടക്കുന്നു, കുറ്റമറ്റ അന്വേഷണമാണ് നടത്തുന്നത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുമ്പോൾ ഈ CPM-ന്റെ നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തത് കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. അതായത് കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിൽ ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ അന്വേഷണ ഏജൻസിക്ക് യാതൊരു തരത്തിലും തെറ്റുപറ്റിയിട്ടില്ല, ഈ നേതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കടകംപള്ളി പറഞ്ഞു വയ്ക്കുന്നത് അല്ലെങ്കിൽ സമ്മതിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനോ CPM-ഓ ഈ അറസ്റ്റിലായ നേതാക്കളെ തള്ളിപ്പറയുവാൻ ഇനിയും തയ്യാറായിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർ കുറ്റവാളികളല്ല, ആരോപണ വിധേയർ മാത്രമാണ്. കുറ്റം തെളിയട്ടെ, വിചാരണ കഴിയട്ടെ, കോടതി ശിക്ഷ വിധിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ ആ സന്ദർഭത്തിൽ അവർ തെറ്റുകാരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ CPM സംഘടനാപരമായ നടപടികൾ കൈക്കൊള്ളും എന്നാണ് ഇന്നലെ MP ഗോവിന്ദനും പറഞ്ഞത്. അപ്പോഴേക്കും ഒരുപക്ഷെ ഞാനും ബഹുമാനപ്പെട്ട പ്രേക്ഷകരും ഒക്കെ ഒരുപക്ഷെ മരിച്ചു മണ്ണടിഞ്ഞ് കാണാം, യുഗങ്ങൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടാകാം. ഇത് CPM-ന് നല്ലവണ്ണം അറിയാം. കാരണം ലാവ്ലിൻ കേസിൻ്റെ വിധി എല്ലാവർക്കും, അല്ലെങ്കിൽ വിധി എന്നുദ്ദേശിച്ചത് ലാവ്ലിൻ കേസിൻ്റെ ഇപ്പോഴത്തെ നില എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 37 പ്രാവശ്യം ബെഞ്ചിൽ വിളിച്ച് കേസ് മാറ്റിവെച്ചു. പിന്നീട് ഏതാണ്ട് അതിൽ കൂടുതൽ പ്രാവശ്യം, അതായത് 15-16 പ്രാവശ്യം ക്ലറിക്കൽ ടെക്നിക്കൽ എറർ കാണിച്ച് അല്ലെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് അത് മാറ്റിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് 50 പ്രാവശ്യത്തിലധികമാണ് സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത്തരം ഗുരുതരമായ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഭാരതത്തിൻ്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു കേസിന് ഇത്രയും കാലതാമസം വരുമ്പോൾ ഇവിടെ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദ്രുതഗതിയിൽ പരിഗണിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അത് നിയമവൃത്തങ്ങൾ തീരുമാനിക്കട്ടെ, ബഹുമാനപ്പെട്ട കോടതികൾ തീരുമാനിക്കട്ടെ. ഇത്തരം കാര്യങ്ങൾ കോടതിയെ ചോദ്യം ചെയ്യാൻ നമ്മളാളല്ല, കോടതിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. അത് കോടതി അലക്ഷ്യമാണ്, കോടതിയെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നാൽ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ കാലതാമസം നേരിടുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഈ കാര്യങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ഇതുപോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ വിചാരണ കഴിഞ്ഞ് കുറ്റവാളികളെ കണ്ടെത്തി അവർക്ക് ശിക്ഷ വിധിക്കുമ്പോൾ ഒരുപക്ഷെ കാലതാമസം നേരിട്ടേക്കാം. അപ്പോഴേക്കും ഇന്നത്തെ പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കിയിട്ടുണ്ടാവും. ഇനി ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുന്ന മന്ത്രിസഭയുടെയും കാലാവധി പൂർത്തിയായിട്ടുണ്ടാവാം. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ SIT നടത്തിയ അന്വേഷണം കുറ്റമറ്റ രീതിയിലാണ്, അതുകൊണ്ട് തന്നെ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്ന CPM നേതാക്കൾ കുറ്റക്കാരാണ് എന്ന തരത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വിവക്ഷിക്കാം. അതായത് അറസ്റ്റുകളെ ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് കടകംപള്ളി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യം സംസാരിച്ചത്. കടകംപള്ളി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതെ, ഞാൻ നിങ്ങളോട് പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള 5 ദേവസ്വം ബോർഡുകളും
സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനായിട്ട് അനുവാദം ചോദിച്ച് വകുപ്പ് മന്ത്രിയുടെ അടുക്കൽ ഫയൽ അയക്കേണ്ട കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ 5 വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്. അതിൻ്റെ നിയമാവലി അങ്ങനെയാണ്. ഗവൺമെൻറ് അതിനകത്ത് കൈകടത്താനോ ഗവൺമെൻറ് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൻ്റേത് മാത്രമാണ്. അതിനപ്പുറമുള്ള യാതൊരു കാര്യവും അതിനില്ല. മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല. ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയൊക്കെ ആരോപണം രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് ദേവസ്വം മന്ത്രിമാരും മറുപടി, ഇപ്പോഴത്തെ മന്ത്രിയും മുൻ മന്ത്രിയും ഒക്കെ മറുപടി പറയണമെന്ന്. അല്ല, അത് ബി.ജെ.പിയും കോൺഗ്രസും അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ പോലും രാഷ്ട്രീയ കൈകടത്തൽ നടത്തുന്ന പാർട്ടികളാണ് ഇവരെല്ലാവരും തന്നെ. അവരുടെ തീരുമാനങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാകും. എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്കൊരു സംശയം. യാതൊരു തരത്തിലുള്ള സംശയത്തിന് അവകാശമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. അതെ അതെ, ഈ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നുണ്ടല്ലോ. അവരിങ്ങനെ ഒരുപാട് അന്യായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, അനാവശ്യം പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളി അത് എവിടെയുണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. ഏതോ ഒരു വലിയ സമ്പന്നനാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ഇതര സംസ്ഥാനത്തിലെ മറ്റേതോ സംസ്ഥാനത്തിലെ ഒരു വലിയ കോടീശ്വരൻ്റെ കയ്യിലുണ്ട്. ആരാണെന്ന് കടകംപള്ളിക്കറിയാം. ഞാൻ അയാൾക്ക് എന്നെ അപമാനിച്ചതിൽ എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുക മാത്രമല്ല, ഞാൻ അയാൾക്കെതിരെ സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അയാൾ അവിടെ വന്ന് കാര്യം പറയട്ടെ. ഏത് വലിയ സമ്പന്നൻ്റെ കൈവശമാണ് സ്വർണ്ണപ്പാളി ഇരിക്കുന്നത് എന്നുള്ള കാര്യം അയാൾ എന്നെയാണല്ലോ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. അപ്പോൾ അയാൾ അവിടെ വന്ന് പറയട്ടെ. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ SIT നിയമിച്ചിരിക്കുന്നത്, അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല. ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ആ അന്വേഷണം തീരുന്നത് വരെ, കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക. അന്വേഷണം അതിൻ്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ദൈവത്തെ പോലും വിചാരിക്കുന്ന ആളുകൾ പോലും ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ബാക്കി പിന്നീട് പറയാം എന്നൊരു പറഞ്ഞു നിർത്തിയിരുന്നു. എനിക്കറിയില്ല കാര്യമൊന്നും. അതൊന്നും എനിക്കറിയാവുന്ന വിഷയമല്ല. കേട്ടില്ല എന്താ? മാപ്പ് പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ സിവിൽ കേസ് ഫയൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാനത് നിങ്ങളോട് പറയാൻ നിന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ മാധ്യമങ്ങളും വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ മുഖാന്തരം സിവിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. അല്ല, പ്രതിപക്ഷം ഏതാണ്ട് ഏതു കാര്യത്തിലും എടുക്കുന്ന നിലപാട്, ഏതു വിഷയത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സൗകര്യമുണ്ടോ എന്ന് നോക്കുകയാണ് അവർ ചെയ്യുന്നത്. മാധ്യമങ്ങൾ അവർ കൂട്ടുപിടിക്കുന്നുണ്ട് അക്കാര്യത്തിൽ. ഇപ്പോൾ ഇന്ന് തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചാൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളുടെ തലക്കെട്ടെന്ന് പറയുന്നത്? ചോദ്യം ചെയ്ത് വിട്ടയച്ചു. എന്ത് തലക്കെട്ടായിരിക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമല്ല.
നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാളായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, അന്നത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഗവൺമെൻറ്റിൻ്റെ കൈകൾ ശുദ്ധമാണ്, യാതൊരു തരത്തിലുള്ള സംശയമില്ല. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ സംഭവത്തിന്, ഈ അറസ്റ്റിന് ശേഷവും പാർട്ടിയുടെ നിലപാടും ഗവൺമെൻറ് നിലപാടും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫയലും ഒരു കാര്യവും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ മുന്നിൽ വരുന്നില്ല. ഇളക്കുന്നത് അവരുടെ കാര്യം, സ്വർണം പൂശുന്ന അവരുടെ കാര്യം, പൂശുന്നോ ഇല്ലയെന്ന് അന്വേഷിക്കേണ്ട കാര്യം ദേവസ്വം മന്ത്രിക്ക് ഇല്ല, പൂശാൻ പറയാൻ ദേവസ്വം മന്ത്രിക്ക് അധികാരമില്ല, ഇളക്കാൻ പറയാൻ അവകാശമില്ല. നമ്മൾ ശബരിമലയുടെ ഉത്സവം നടക്കുന്ന സമയത്ത്, ഇപ്പോൾ തുടങ്ങിയല്ലോ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ് 5-6 മാസക്കാലം അത് കുറ്റമറ്റ തരത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, അന്ന് വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്ന കാലത്ത് പോലും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് പോലും വളരെ നല്ല നിലയിലുള്ള ഒരു ദർശനം ഭക്തർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടും യോജിച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ടും കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമാണ്.